ശ്രീനാരായണ പരമഗുരവേ നമഃ. അണകവിയും നഴലാഴിയാഴുമെന്നിൽ പ്രണയമോദിച്ചു കവിഞ്ഞു പാരവശ്യാൽ ആടികരമേകിയണഞ്ഞിടും നാരായണ ഗുരു നായകനെന്റെ ദൈവമല്ലോ. ഓം സർവാശ്രയേ വിമല ശുഭ്രകുശേശയസ്തേ സമ്പൂർണമോദ കരപങ്കജചാരുനേത്രേ ചിന്താമണേ സരസിജാതി മനോജ്ഞപാണേ ദാസേ സദാമയി ദയാം ഗുരുചാരുശീലേ. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗുരുദേവ കഥാസാഗരം 10ാം ഭാഗം തുടർച്ച. വിദ്യയും വെളിച്ചവും. വയൽവാരത്തിനടുത്ത് ഒരു കുടിപ്പള്ളിക്കൂടമുണ്ടായിരുന്നു. രാവിലെ അവിടേക്ക് പഠിക്കുവാൻ പോകുന്ന കുട്ടികളെ നോക്കിയിരിക്കുവാൻ നാണുവിന് വലിയ ഇഷ്ടമായിരുന്നു. ചില ദിവസങ്ങളിൽ അവരോടൊപ്പം പോകുവാൻ നാണുവും പിന്നാലെ കൂടുമായിരുന്നു. ആ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന എഴുത്തോലയിൽ നാരായം കൊണ്ടെഴുതിയിട്ടുള്ള അക്ഷരങ്ങളിൽ നാണു വിരലോടിച്ചുകൊണ്ട് ചോദിക്കും, എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത്? എഴുത്തിനിരുത്തിയിട്ടില്ലാത്ത കുട്ടികളോട് അത് പറയാൻ പാടില്ലെന്നും പറഞ്ഞാൽ ആശാൻ വഴക്ക് പറയുമെന്നും അവരിൽ മുതിർന്ന ഒരു കുട്ടി ഒരിക്കൽ നാണുവിനോട് പറഞ്ഞു. പള്ളിക്കൂടത്തിൽ പോകണമെന്നാശിച്ചു നിന്ന നാണുവിനെ ഒരു ദിവസം മാടനാശാൻ തന്നെ അടുത്തുള്ള ആശാൻ കളരിയിൽ കൊണ്ടുപോയി. ആശാൻ പഠിപ്പിക്കുന്നതും കുട്ടികൾ അച്ചടക്കത്തോടെ ഇരുന്ന് പഠിക്കുന്നതും കണ്ടപ്പോൾ നാണുവിനും പഠിക്കുവാൻ ആവേശമായി. പക്ഷേ എഴുത്തിനിരുത്തിയിട്ടില്ലാതിരുന്നതിനാൽ നാണുവിനെ ആ കുട്ടികളോടൊപ്പം മാടനാശാൻ ഇരുത്തിയില്ല. കൊയിൽവാരം വീടിന്റെ ചാണകം മെഴുകിയ നിലത്തും ചുവരിലുമൊക്കെ നാണു കരിക്കട്ട കൊണ്ട് വരയും കുറിയുമിട്ട് സന്തോഷിച്ചു. ആരൊക്കെ വിലക്കിയിട്ടും നാണു അതിൽ നിന്നും പിന്തിരിയുകയുണ്ടായില്ല. ചിലപ്പോഴൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആശാനായി അഭിനയിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ കുട്ടിയമ്മയിൽ നിന്നും അറിഞ്ഞ മാടനാശാൻ നാണുവിനെ ആശാൻ കളരിയിൽ അയച്ച് പഠിപ്പിക്കുവാൻ നിശ്ചയിച്ചു. വിവരം മാതുലന്മാരായ കൃഷ്ണൻ വൈദ്യരെയും രാമൻ വൈദ്യരെയും അറിയിച്ചു. അവർക്ക് സമ്മതമായി. കളരിയിലേക്ക് വിടും മുമ്പ് നാണുവിനെ എഴുത്തിനിരുത്തണമല്ലോ. അത് ആരെ കൊണ്ട് ചെയ്യിക്കണമെന്നായി മാടനാശാന്റെ ചിന്ത.
അക്കാലത്ത് മണയ്ക്കൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള പല കുടുംബക്കാരും അവരുടെ കുട്ടികളെ എഴുത്തിനിരുത്തുവാൻ കൊണ്ടുവന്നിരുന്നത് വയൽവാരത്ത് വീട്ടിലായിരുന്നു. പൊതുകാര്യ പ്രസക്തനും ആദരണീയനുമായിരുന്ന മാടനാശാൻ ആ കുട്ടികളെ മടിയിലിരുത്തി ആദ്യാക്ഷരം കുറിപ്പിക്കുന്നത് നാണുവും കണ്ടിട്ടുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ എനിക്കും എഴുതണമെന്ന് പറഞ്ഞ് നാണുവും പിതാവിന്റെ മടിയിൽ കയറി ഇരിപ്പുറപ്പിച്ചിരുന്നു. എന്നാൽ മഹാപണ്ഡിതനും പ്രമാണിയും സമൂഹത്തിൽ ഉന്നത നിലയുമുള്ള ഒരാളെ കൊണ്ട് നാണുവിനെ എഴുത്തിനിരുത്തണമെന്നായിരുന്നു മാടനാശാന്റെ ആഗ്രഹം. അതനുസരിച്ച് തിരുവിതാംകൂറിന്റെ ധാർമ്മിക കാര്യങ്ങളിലും കരം പിരിവിലും ക്ഷേത്ര കാര്യങ്ങളും മഠങ്ങളും നോക്കി നടത്തുന്നതിലും സ്വാധീനവും ചുമതലയും ഉണ്ടായിരുന്ന 8 വീട്ടിൽ പിള്ളമാരിൽപ്പെട്ട ചെമ്പഴന്തി കണ്ണങ്കര ഭവനത്തിലെ മൂത്ത പിള്ളയായിരുന്ന നാരായണ പിള്ളയെ കൊണ്ട് നാണുവിന് വിദ്യാരംഭം കുറിപ്പിക്കുവാൻ മാടനാശാൻ ആലോചിച്ചു. ആ വിവരമറിഞ്ഞപ്പോൾ മൂത്ത പിള്ളയും സന്തോഷത്തോടെ അതിന് സമ്മതിച്ചു. നല്ല ദിവസവും മുഹൂർത്തവും നോക്കി മാടനാശാനും കുട്ടിയമ്മയും ഒരു കൊച്ചു മുണ്ടുടുപ്പിച്ച് നാണുവിനെയും എടുത്തുകൊണ്ട് കണ്ണങ്കര ഭവനത്തിലെത്തി. അന്ന് നാണുവിന് പ്രായം 5 വയസ്സിനോടടുത്തിരുന്നു. മഹാത്മാക്കളുടെ ചിത്രങ്ങൾ ചുവരിൽ പിടിപ്പിച്ചിട്ടുള്ള പൂമുഖത്തിരുന്ന് നാരായണ പിള്ള നാണുവിനെ പിടിച്ചു തന്റെ മടിയിലിരുത്തി. ദേവതാസ്തുതിക്ക് ശേഷം അദ്ദേഹം അരിയും തുളസിയിലെയും ചെത്തിപ്പൂവും നിറച്ച താലത്തിൽ നാണുവിന്റെ വലതു കൈയിലെ കുഞ്ഞു ചൂണ്ടുവിരൽ പിടിച്ച് ഓം ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു എന്ന് എഴുതിച്ച ശേഷം അത് ചൊല്ലിക്കൊടുത്തു. നാണു അതുപോലെ അതെല്ലാം ചൊല്ലി തേജസുറ്റ ആ കൊച്ചു മുഖം കണ്ടിട്ട് മൂത്തപിള്ള വാത്സല്യത്തോടെ മാടനാശാനോട് പറഞ്ഞു, നാണു സാക്ഷാൽ നാരായണനായി വളരും, ലോകത്തിന് വഴിയും വെളിച്ചവുമേകുന്ന ഒരു മഹാനായിത്തീരും. നാണു അതിൻ്റെ പൊരുളറിയാതെ പുഞ്ചിരിച്ചപ്പോൾ അതിൻ്റെ പൊരുളറിഞ്ഞ മാടനാശാന്റെ ഹൃദയം ആനന്ദത്തിരകളാൽ വീർപ്പുമുട്ടി. അവതാരവരേഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം 10ാം ഭാഗം. അവതരണം വിദ്യയും വെളിച്ചവും. ഗുരുദേവ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.